ഫ്ലാറ്റുകളിൽ നടക്കുള്ളൂ, വേറെ ഒന്നും നടക്കാൻ തോന്നില്ല. അവിടെ ഇപ്പോൾ വേറെ ഒന്നും നടക്കാൻ തോന്നില്ല. കാരണം ആ മറ്റേ ബിൽഡിംഗ് നമ്മളിപ്പോ എക്സിസ്റ്റിംഗ് ബിൽഡിംഗ് പിന്നുള്ളതാ വീട്, അത് നമുക്ക് ഒഴിവാക്കാവുന്ന കാര്യമുള്ളൂ. പക്ഷെ റെന്റ് കിട്ടുന്നുണ്ട് നമുക്ക്. അത് മാറേണ്ട വരും അത്. കാരണം അത് മാറിയാലാണ് ഇപ്പോ നല്ല ഭംഗി ഉണ്ടാവും. ഞാൻ അതെ അതിപ്പോ ഈ പറഞ്ഞ പോലെ അതുമേലെ എന്തൊക്കെ ചെലവാക്കിയിട്ടുണ്ട്. വീട് പെയിന്റിങ്ങും എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട്, ബാത്റൂം അതാക്കലും. അപ്പൊ അതെന്തിനാന്ന് എനിക്ക് നമുക്ക് മനസ്സിലായില്ല. എന്തിനൊക്കെ ആദ്യം നല്ല പൈസ ആക്കിയിട്ട് കാര്യമില്ല. കാരണം 19, 60, 70 എനിക്കറിയില്ല. ഞാൻ ഫസ്റ്റ് കളർ അതന്നെ ആൾക്ക് എവിടെ നിന്ന് കിട്ടുന്ന അറിയില്ല. എവിടെ നിന്നൊക്കെ അറേഞ്ച് ചെയ്യാൻ ഒരു പിടിച്ചില്ല. അത് മാത്രല്ല അതന്നെ പെട്ടെന്നാണ്. അതെന്ന് വെച്ചാൽ ഇന്നും നടക്കേണ്ടത് ഇന്നും നടക്കണം. അത് അങ്ങനത്തെ അതിപ്പോ പിന്നെ അവിടെ മതിൽ പൊട്ടിച്ചു, പിന്നെ മതിൽ കൊണ്ടു, പിന്നെ ഗേറ്റ് വെച്ചു, പിന്നെയും പൊട്ടിച്ചു. അപ്പൊ അതൊക്കെ നടന്നിരുന്നു. അവിടെ പിന്നെ നടന്നുകൊണ്ടിരുന്നു. ഇതിപ്പോ അതിപ്പോ നല്ല പേരുള്ള ഒരു സ്ഥലമാണ്. അത് ആ സ്ഥലം എൻ്റെ പേരിലുള്ളതാണ്. അപ്പൊ നമ്മ വേറെ ഇപ്പോഴേക്കല്ല, ടാർജന്റ് അല്ല അത്. പിന്നെ ഇതൊക്കെ കേൾക്കുമ്പോ നമ്മ ഇപ്പൊ വിഷ്ണു ഇപ്പൊ പറഞ്ഞല്ലേ, ഇതിന്റെ കേൾക്കുമ്പോ നമുക്ക് ബാക്ക് അടിക്കാനാ തോന്നുന്നത്. കാരണം ഇത് അതന്നെ ഇതൊക്കെ കേൾക്കുമ്പോ നമ്മ എന്താ പറയാ, നമുക്ക് ചെയ്യണമെന്നില്ല സത്യം പറഞ്ഞു. പക്ഷെ ഇപ്പൊ ഈ യുദ്ധം കാര്യങ്ങളൊക്കെ വന്നപ്പോ പിന്നെയും നമുക്കൊരു ഇത് അല്ലെ, നമുക്ക് ഇവിടെയും കൂടെ അതന്നെ ലാസ്റ്റ് ടൈമില് അതെ പറഞ്ഞിട്ടില്ലേ. അതിലെ കുറെ പേര് അതിന്റെ ഇടയിൽ ഇടപെട്ടിട്ടുണ്ട്. അല്ല എന്തായാലും ഇത് അതന്നെ ഞാനിപ്പോ അത്ര ഇതാക്കുള്ളൂ. കാരണം നമ്മളെ വർക്കൊക്കെ കംപ്ലീറ്റ് ആയി, പഞ്ചായത്തിൽ നിന്നുള്ള ലൈസൻസ് കിട്ടി. അതന്നെ എനിക്ക് സംശയം. അതില്ലേ എൻ്റെ വീഡിയോയിലേക്ക് എന്തായാലും നമുക്ക് ആൾക്കാർ കമന്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എന്നിട്ട് എനിക്ക് 1000 ലൈക്സ് കിട്ടണം. എന്നിട്ട് 1000 സബ്സ്ക്രൈബേഴ്സ് കിട്ടണം, 1000 കമന്റ്സ് കിട്ടണം. എല്ലാവരും എൻ്റെ ഷോർട്സ് വീഡിയോസിൽ കമന്റ് ചെയ്യണം. വരച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒന്നും എനിക്ക് ഞാൻ അറിഞ്ഞിട്ടില്ല. അത് വ്യക്തത കിട്ടില്ല, അതാ പ്രശ്നം. വ്യക്തത കിട്ടുന്നില്ല. അത് പലതൊക്കെ പറയാ. ഓഡിറ്റോറിയം ഇപ്പൊ ഇവിടെ തന്നെ ഫുള്ള് പറഞ്ഞു ചെയ്തു ചെയ്യണ്ടല്ലേ. ഇതന്നെ ഇപ്പൊ ഇതൊക്കെ അതിനെ പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല. ഇപ്പൊ ഞാൻ ഇപ്പൊ എന്തോ ഒരു ഏസിലെ കംപ്ലൈന്റ് പറഞ്ഞിട്ട് വിളിച്ചപ്പോ ഞാൻ ഇപ്പൊ ചോദിച്ചു, ഇറങ്ങിയതിന് ശേഷം ഞാൻ ചോദിച്ചു എന്തിനാ ഇതിനൊക്കെ മുന്നേന്ന് ചോദിച്ചു. അപ്പോൾ ഇവര് പറഞ്ഞു അതൊക്കെ എന്നാ ഒഴിവായിക്കോണം, അത് ഉച്ചയൊക്കെ ഒഴിവായിക്കോണം. ഒന്നും വെച്ചുകൊടുത്തിട്ട് ഇവിടെ ഈ സ്ഥലത്തും നടക്കണമായിട്ടില്ല. കാശത്ര കാര്യമില്ല.
ഇപ്പൊ ഇതൊക്കെ നടന്നത് ഇതിങ്ങനെ ആക്കിയത് ഈ മറ്റേ ഇതുണ്ടല്ലേ ഫർണിഷിങ്ങിന്റെ എൻ്റെ ഡ്രസ്സ് കാണിച്ചു തരാം. പുതിയ ഡ്രസ്സാണ്. ഒന്നും തന്നില്ല. എൻ്റെ സിസ്റ്റർ ലേഹാക്ക് മാച്ചിങ് ഡ്രസ് ഉണ്ട്. അതിന്റെ ഫിനിഷിങ് അതെ 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 ഡാർക്ക് ബ്ലൂ. അതിന്റെ ആവശ്യമില്ല അതെ അതെ ഇപ്പൊ നമ്മുടെ ടൈലുണ്ടല്ലോ ഇപ്പൊ നമ്മൾ പറഞ്ഞ ടൈലല്ലേ നല്ല ടൈലാണല്ലോ കുഴപ്പമില്ല നല്ല ടൈലാണല്ലോ ഇതിനും കൂടുതൽ എന്താണ് ഈ ഫ്ലാറ്റിലെ ടൈം ടൈല പറഞ്ഞാൽ അത് മറ്റേ അതൊന്നും അധികം ധാരാളം അതെ അതെ വേറെ ഒരു ഗുണമില്ല അതൊന്നും മാറ്റാൻ പറഞ്ഞിട്ട് ഇല്ലല്ല ഇതിപ്പോ ഞാൻ കണ്ടോണ്ടിരിക്കുന്നത് നമ്മളിപ്പോ ഞാൻ കുറച്ച് ദിവസമായിട്ട് വന്നിട്ട് 10 ദിവസമായിട്ടുള്ളൂ. അപ്പൊ ഞാനിതിങ്ങനെ കണ്ടോണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഒന്നും മിണ്ടാണ്ട് ഞാൻ ഇരിക്കുന്നു. എന്തൊക്കെ പറയപ്പോ ഞാൻ ഇതിങ്ങനെ കേൾക്കുന്നുണ്ട്. ഞാൻ കേൾക്കുന്നുണ്ട് ഈ ഇത്ര റേറ്റ് ഇതിന് കൂട്ടുമ്പോ അതിനുള്ള റിട്ടേൺ കിട്ടില്ല നമുക്കൊക്കെ അറിയുന്നതാണ്. കാര്യമില്ല അതെ 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 ഇപ്പൊ തന്നെ നമ്മ ഏറ്റവും നല്ല രീതിയിലാണ് ഇപ്പൊ ചെയ്തിരിക്കുന്നത്. ഏറ്റവും നല്ല രീതിയിൽ എല്ലാം ഭംഗിയായിട്ട് ഈ ഒരു ഭാഗത്തിന് ചെയ്യാനില്ല. ഈ ഭാഗത്ത് നന്നായി അതന്നെ നമ്മ വെറുതെ അവനും ആളുണ്ട് അല്ലേ? അവിടെ ഇരുന്നിട്ട് തീരുമാനങ്ങളൊക്കെ ഒരു മിനിറ്റ് ഇന്നെന്താ പ്രശ്നം തോന്നുന്നുണ്ട്. ഒരു മിനിറ്റ് സിനിമെങ്കിലും വർക്കാവണേ. അപ്പൊ അതില് നമുക്ക് എത്ര വന്നിട്ടുണ്ടാവും? എത്ര വ്യത്യാസം വന്നിട്ടുണ്ടാവും? അല്ല അങ്ങനെയല്ലേ പറഞ്ഞത്. നമുക്ക് പണിതയില് റൂം കിട്ടണ്ടായിരുന്നു. അല്ല അങ്ങനെ ഒരു ഫോണിൽ നമുക്ക് ആവശ്യമില്ലെങ്കിൽ എത്ര രൂപ വേണ്ടി വരും? അല്ല നമുക്ക് ആവശ്യമില്ലെങ്കിൽ അതിന് എത്ര ഒരു
ഏരിയ ആവോ കോണിന് മാത്രമേ ചാർജ് വരുന്നല്ലേ കോണി കാണുന്നില്ല. അപ്പൊ ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു റൂം നട്ടായി പിന്നെ എക്സ്ട്രാ കോണിയുടെ ചെലവ് പോയി. അല്ല എന്നാലും സ്റ്റെയറിന്റെ ഒരു ഇത് വന്നിട്ടുണ്ടാവില്ല കയറിയിട്ടുണ്ടാവില്ല. തീരുമാനങ്ങൾ ഭയങ്കര മാറ്റങ്ങളായിരുന്നു. നമുക്ക് ഞാൻ സത്യം പറഞ്ഞാൽ ഇത് തീർന്നെന്ന് പറഞ്ഞപ്പോൾ വലിയ സമാധാനമായിരുന്നു. കാരണം നല്ലതിൽ ഇത് എവിടെയെങ്കിലും നിൽക്കുന്നായിരുന്നു. നിങ്ങളുടെ പ്രശ്നം കൊണ്ടല്ല ഞാൻ പറഞ്ഞത്, അത് ഇവിടുത്തെ പ്രശ്നം കൊണ്ട് അത് തീരുന്നില്ല എന്നുള്ളൊരു സംശയമായിരുന്നു. കാരണം അഭിപ്രായങ്ങൾ മാറ്റിപ്പോയാൽ നിങ്ങൾക്കും അത് പണിയാൻ ബുദ്ധിമുട്ടല്ലേ. അപ്പൊ അതിലായി ലിഫ്റ്റിലെ ലിഫ്റ്റ് ഞാൻ ലിസ്റ്റ് അതിന്റെ സ്പേസും പിന്നെ അതെ ആവശ്യമാണ് അത് ഇല്ലാണ്ട് പറ്റില്ല എന്ന് തോന്നുന്നില്ല. അല്ല ഈ ലിഫ്റ്റ് ഇല്ലാണ്ട് പറ്റില്ല റിക്വയർമെന്റ് ഇല്ല. അത് വേണം. പെട്ടെന്ന് പറയുന്നത് അപ്പോൾ ഇത് സ്റ്റാർട്ടിങ്ങിൽ എനിക്ക് ഞാനതിൽ മാറിയാൻ കാരണം അതാ. കാരണം സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ പറഞ്ഞിരുന്നത് ഈ മുകളിൽ ഫ്ലാറ്റ് മടിയിൽ റൂമുകളായിരുന്നു. നിങ്ങൾക്കറിയാം സ്റ്റാർട്ടിങ്ങിൽ അങ്ങനെ നമ്മൾ ഫുള്ള് വരച്ചിട്ടില്ല. അതന്നെ സ്റ്റാർട്ടിങ്ങിന് അതുമ്പോഴായിരുന്നു നമ്മ അങ്ങനെ തുടങ്ങിയത്. നമ്മൾ ആ പ്ലാനിങ് സ്റ്റാർട്ട് ചെയ്ത് ഫൈനലായിരുന്നു മാറ്റി കൊടുക്കുന്നത്. ഞാൻ ഈ വന്ന് നോക്കുമ്പോൾ ഞാൻ കണ്ടു, ഞാൻ ഈ 3 റൂമുകളാണ് കണ്ടു. ഞാൻ അതായത് 2024 ഒക്ടോബറിലായിരുന്നു നമ്മൾ സംസാരിച്ചത്. ഒക്ടോബർ സെപ്റ്റംബറിലാണ്ടായിരുന്നു. അപ്പോൾ അത് സംസാരിച്ചത് കഴിഞ്ഞ് ഞാൻ 23 എന്താണാവോ അതന്നെ കഴിഞ്ഞ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു ആഴ്ച വേണ്ടിയിട്ട് ജനുവരി വന്നു. അപ്പോൾ പ്ലാനിൻ്റെ നമ്മൾ ഡിസ്കഷൻ നടക്കണുള്ളത് ശരിക്കും പറഞ്ഞാൽ. അപ്പോഴാണ് ഇത് ഈ പ്ലാൻ ഉറപ്പിച്ചിട്ട് പഞ്ചായത്തിൽ കൊടുത്തു എന്ന് പറഞ്ഞു ജനുവരി ഫെബ്രുവരിയിലാണ്. അപ്പോൾ ഞാൻ അറിഞ്ഞത്. അപ്പോൾ ഞാൻ ഇവിടെ ഇങ്ങനെ പ്ലാൻ ഇങ്ങനെയുണ്ട്. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ മൊത്തം മാറി കിടക്കുന്നത്. നമ്മൾ പറഞ്ഞതും അതിൻ്റെ ഒരു മതിയില്ല, ഒക്കെ മാറി. അപ്പോൾ പിന്നെ അതിൽ പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം നമ്മൊരു ഇത് പറഞ്ഞ് നമ്മൊരു അല്ലല്ലല്ല അതെന്താ അത് ഞാൻ പാടും പറഞ്ഞില്ല. മഴ ഞാനിങ്ങനെ ഇടക്കിടക്ക് പറഞ്ഞിരുന്നു ഇതിങ്ങനെ സൂര്യ. കാരണം ഈ സൂര്യ എപ്പോഴും പറഞ്ഞിരുന്നു. മൊത്തത്തിലൊരു ഇത് വന്നുണ്ട്, മൊത്തത്തിലൊരു വർത്താനം വന്നു പറഞ്ഞപ്പോൾ പാട് പറഞ്ഞില്ല. പാട് ഞാൻ ആദ്യം പറഞ്ഞതാ ജനുവരി തന്നെ ഞാൻ പറഞ്ഞു ഇത് ശരിയാവില്ല നിന്ന് മാറ്റിയെന്ന് വെച്ചു. ഇങ്ങനെ അപ്പോൾ ഇവര് പറഞ്ഞത് അങ്ങനെ വരുന്നതെന്ന് പറഞ്ഞു. ഞാൻ നമ്മളോട് പറയാൻ എന്തെന്ന് പറഞ്ഞാൽ പിന്നെ നമുക്ക് അതിനുള്ള എനിക്കറിയില്ല എന്ന് അതിന് വെച്ചിട്ടുണ്ട്. എനിക്കറിയില്ല ഞാൻ പോട്ടെ നോക്കും. പിന്നെ ഈ ഭാഗത്ത് കടന്നിട്ടില്ല ഞാൻ ഈ ഭാഗത്ത് കടന്നില്ല. കാരണം ഉമ്മ പറഞ്ഞിരുന്നിട്ട്
അതെ 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 ആ ആ ആ ഉവ്വ് 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 ഉവ്വ്. ഇല്ല 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 അവിടെ ഉള്ളില്ല. അതെ 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 അതെ. ഉവ്വ് ഉവ്വ് ഉവ്വ്. ആ ഉവ്വ് ഉവ്വ് അതന്നെ അതന്നെ ആള് ഈ മറ്റേ ആള് എല്ലാത്തിനും കുറ്റം പറയുന്ന ഒരാളാ. ഈ പറഞ്ഞ യശോക്കില്ലേ ആള് എന്ത് അതെനിക്ക് നമുക്ക് മുമ്പേ അറിയുന്ന ആളാ. അത് എന്ത് പറഞ്ഞാലും കുറ്റം പറയാം. അതിപ്പോ നമ്മൾ എന്ത് ചെയ്തെന്ന് വെച്ചോ അതിന് ചെയ്താലും കുറ്റ എന്തും കുറ്റം പറയുള്ളൂ. നമ്മ എന്ത് ചെയ്താലും ഇപ്പൊ എന്ത് ബിൽഡിംഗ് ആയിട്ട് വണ്ടി ആയിക്കോട്ടെ വീടായിക്കോട്ടെ എന്തായിക്കോട്ടെ അത് അതെ അപ്പോഴൊന്നും ഞാൻ പറഞ്ഞു ഇതിപ്പോ നല്ല ചെയ്തൊക്കെ മൊത്തത്തിൽ നന്നായിട്ടുണ്ട്. എല്ലാവരും നന്നായിട്ടുണ്ട് ചെയ്തത്. നമുക്ക് ആ റൂമിന്റെ ഒരു അല്ല ഞാൻ സ്റ്റെയർ കേസിന് ഞാനിങ്ങനെ ആലോചിച്ചപ്പോ ഞാൻ വിഷ്ണു പറഞ്ഞപ്പോൾ എനിക്ക് അറിഞ്ഞത് ഇങ്ങനെ കറക്റ്റ് റീസൺ എനിക്ക് അറിയില്ല. ആ ഞാൻ എന്തിനാ ഇത്ര ആ ആ ആ